വെൽക്കം ബാക്ക് ടു അവർ ചൈറ്റ്സ് മൈ വേഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് മോട്ടിവേഷനാണ്. രാവിലത്തെ എൻ്റെ ഒരു ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന. ഡെയിലി ബേസിസിൽ ഞാൻ ചെയ്യുന്ന ഒരു മിനിമൽ ക്ലീനിങ് റൊട്ടീനാണ്. കൂടുതൽ അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും ഡെയിലി ബേസിൽ ചെയ്യാറില്ല. നമ്മുടെ സാധാരണ ഒരു വീട് അത്യാവശ്യം വൃത്തിയായി കിടക്കേണ്ട ഒരു മിനിമൽ ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ എൻ്റേത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ ഓരോ ഡീപ്പ് ക്ലീനിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഈ ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു 10-15 മിനിറ്റ് അത്രേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ആ ഒരു 15 മിനിറ്റിൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് ക്ലീനിങ് റൊട്ടീനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു പാട്ടോ അല്ലെങ്കിൽ ഒരു സിനിമയോ എന്തെങ്കിലും ടി വിയിൽ ഒന്ന് സെറ്റ് ചെയ്യും. എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കേട്ടിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും. അത് മാത്രമല്ല നമുക്കൊരു മടിയില്ലാതെ ജോലി ചെയ്യാനും അടിപൊളിയാണ് കേട്ടോ. കൂടുതലും പാട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്കങ്ങനെ മ്യൂസിക് ചാനലൊന്നും ഇപ്പോൾ ഇതിലിങ്ങനെ എല്ലാം പെയ്ഡായിട്ടേ ഉള്ളൂ കേട്ടോ. മറ്റത് പെയ്ഡല്ലാതെ കിട്ടുമായിരുന്നു. ഇപ്പോൾ പെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ സിനിമയായിരിക്കും. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇടും. ഇതിനാണ് എൻ്റെ സമയം കൂടുതലും. കാരണം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ നോക്കി അപ്പോൾ നോട്ട്ബുക്ക് സിനിമ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ലാതെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിക്കപ്പ് ചെയ്യും. അതൊരു പിക്കപ്പ് റൊട്ടീൻ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം വീട് നീറ്റാവും കേട്ടോ. കാരണം കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാവത്തില്ലേ. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ വീട് അത്യാവശ്യം ഒരു ക്ലീൻ ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കും. കൂടുതലും തുണികളായിരിക്കും കേട്ടോ. പിന്നെ മോൻ്റെ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാനുണ്ടാവും. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റാറില്ല. അവൻ്റെ അല്ലാതെയുള്ള ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് അവിടെയും ഒന്ന് ക്ലീനാക്കും. റൂമിൽ നല്ല രീതിയിൽ ഒന്ന് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് തന്നെ റൂമും അത്യാവശ്യം നീറ്റ്നെസ് നമുക്ക് തോന്നും കേട്ടോ. വാരി വലിച്ചിടുന്നതിനെക്കാട്ടി ആ പില്ലോയൊക്കെ കറക്റ്റ് സ്ഥലത്ത് വെച്ച് ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റായിട്ട് ഒന്ന് വിരിച്ചിട്ട് തന്നെ അത്യാവശ്യം ഒരു ലുക്ക് നമ്മുടെ റൂമിന് തോന്നിക്കും. അപ്പോൾ അതും ഒന്ന് ചെയ്യും. അതിനുശേഷം പെട്ടെന്ന് വീട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരിയിടും. കൂടുതലും കിട്ടുന്നത് പൊടിയായിരിക്കും കേട്ടോ. ഈ അടിച്ചു വാരുമ്പോൾ എവിടെ നിന്നാണ് ഇങ്ങനെ പൊടിയെന്ന് എനിക്കറിയാം. 2 ദിവസം തൂക്കാതെയൊക്കെ നമ്മൾ തൂക്കുവാണെങ്കിൽ കുറേ അധികം ഉണ്ടാവും. നമ്മൾ എന്താണ് അങ്ങനെ അറിയില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കിവിടെ ഒരു ദിവസം തൂത്തില്ലെങ്കിൽ പോലും വീട് പെട്ടെന്ന് പൊടിയടിക്കുന്നൊരു വീടാണ്. അത് നമ്മുടെ വീടായാലും അങ്ങനെ തന്നെ, ഈ വീടായാലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് അങ്ങ് പൊടിയടിക്കും. എനിക്ക് എൻ്റെ വീടാണ് അല്ലെങ്കിൽ ഇത് വാടക വീടാണ് എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ നോക്കാത്ത ആ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു വീടും. വാടക വീടാണെന്ന് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ ഇവിടുത്തെ സാധനമൊക്കെ നശിച്ചു പോട്ടെ ആ രീതിയിലൊന്നും ഞാൻ ഇന്ന് വരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയൊക്കെയാണോ പെരുമാറിയത് അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. നമ്മളെ വിശ്വസിച്ച ഒരാൾ നമ്മുടെ കയ്യിൽ ഒരു വീട് തന്നിരിക്കുന്നത് നമ്മൾ അത്രയും വിശ്വസിച്ചിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ നമ്മളല്ലെങ്കിൽ തന്നെ നമ്മൾ കിടക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്നോട് കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാണ്. ഞാൻ അവനുള്ളൊരു മറുപടി എന്നോണം പറയുവാണേ. നിങ്ങളിപ്പോൾ വാടകയ്ക്കല്ലേ, അപ്പോൾ വലിയ ഒന്നും വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളൊരു ഇതുവരെയും തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടെ പോലെ തന്നെ ഞാൻ എൻ്റെ വീട് എങ്ങനെയാണോ നോക്കിയത് അതുപോലെ തന്നെയാണ് ഈ ഒരു വീടും നോക്കുന്നത്. അല്ലാതെ അങ്ങനെ വാടക വീടാണെന്ന് പറഞ്ഞിട്ട് വൃത്തിയില്ലാതെയൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടേ ഇല്ല. അത് എന്നെ അറിയാവുന്നവർക്ക് അറിയാം. അതുകൊണ്ട് വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ഫീൽ ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെ നമ്മുടെ വീട് പോലെ തന്നെ നമ്മൾ നോക്കുന്ന. അപ്പോൾ ഞാൻ ആ ഒരു ഗണത്തിൽപ്പെട്ട ആളാണ് കേട്ടോ. അതുകൊണ്ട് ഇനി എന്നോട് ആ ഒരു കമൻറ്റ് വേണ്ടേ. വാടക വീടല്ലേ, അതുകൊണ്ട് നിനക്കവിടെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു കമൻറ്റ് വേണ്ട കേട്ടോ. വാടക വീടായാലും സ്വന്തം വീടായാലും എല്ലാം പോട്ടെ. നമ്മൾ ചിലപ്പോൾ ഒരു ഒറ്റ മുറിയിലായിരിക്കും കിടക്കുന്നത്. എങ്ങനെയോ ആവട്ടെ നമ്മൾ കിടക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിട്ടും നല്ല അറേഞ്ച്ഡ് ആയിട്ടും വെക്കുക. അത് മാത്രം മതി. ആ ഒരു നമുക്ക് ഭയങ്കര പോസിറ്റീവ്നെസ് തരുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വീട് വൃത്തിയായിരുന്നു തന്നെ എനിക്ക് അങ്ങനെ എടുത്തുള്ളൂ. വൃത്തിയുള്ള എടുത്തിരിക്കുമ്പോഴാണ് ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. മൊത്തത്തിൽ വലിച്ച് വാരി ഒട്ടും വൃത്തിയില്ലാത്തൊരിടത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. എനിക്കെന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് ആ കാര്യങ്ങൾ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വീടൊക്കെ തടിച്ച് വാരിക്കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പുറത്തെ ഈ ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്യും കേട്ടോ. അത് നമ്മുടെ ബാക്ക് സൈഡാണിത്. ഈ ഒരു ഫ്രണ്ട് തന്നെയാണ്, പക്ഷേ നമുക്ക് ബാക്കെന്ന് ഇപ്പോൾ ഇവിടെ ഇതല്ലേ പറയത്തുള്ളൂ. അപ്പോൾ എൻട്രി അല്ലാതെ ആ ഒരു ബാക്ക് സൈഡാണിത്.
അതിനുശേഷം ഞാൻ വീട് നന്നായിട്ടൊന്ന് തുടയ്ക്കും കേട്ടോ. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അത്രയൊക്കെ തുടയ്ക്കാറുള്ളേ. അങ്ങനെ പെട്ടെന്ന് അഴുക്കൊന്നും ആവാറില്ല. പിന്നെ കുറച്ചെങ്കിലുമൊക്കെ അഴുക്ക് പറ്റുന്നത് ആ ഒരു നമ്മുടെ സ്റ്റെപ്പിലാണ്. അപ്പോൾ അവിടെ പിന്നെ അഴുക്കുണ്ട് എന്ന് അറിയുവാണെങ്കിൽ ഒന്ന് തുടയ്ക്കും. പിന്നെ എന്തെങ്കിലും ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കട്ടെ. ഇന്നിപ്പോൾ ഞാൻ ഒന്നും ചേർക്കുന്നില്ല. ഇന്നിപ്പോൾ വീഡിയോ എടുത്തത് കൊണ്ട് ഇതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി ഒന്ന് തുടച്ചതാണ്. വീഡിയോ എടുക്കുമ്പോൾ തുടച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഒരുമേട് തുടയ്ക്കാറില്ലേ, നമ്മളത് പറഞ്ഞു പോയാലും ആ ഒരു കമൻറ്റ് വരും. അതുകൊണ്ട് നിങ്ങളെ പേടിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു തുടയ്ക്കുന്നത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പുൽത്തൈലോ ലൈസോളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ല മണമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് തറ ഫുള്ളായിട്ട് തുടച്ചിടുവാണെങ്കിൽ നല്ല അടിപൊളി പോസിറ്റീവ് വൈബായിരിക്കും കേട്ടോ വീട്ടിൽ. നല്ല ഒരു നമുക്കൊരു ഫ്രഷ് എയർ വരുമ്പോഴത്തേക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടത്തില്ലേ. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ വീട് ഫുള്ളായിട്ട്. നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതലും വൃത്തികേടാവുന്നത് ഈ ഒരു വാഷ് ബേസാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്യുന്നതും മക്കളും കൈ കഴുകുന്നതും ഒക്കെ ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ കുട്ടികളുടെ വീട്ടിൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എത്രത്തോളം വൃത്തികേടാണ് എന്നുള്ളത് ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു വാഷ് ബേസിൻ്റെ ചുറ്റിലും കാണുന്ന ആ ഒരു ഗ്രാനൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. ഫുൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ ഡെയിലി തുടയ്ക്കുന്നതാണ്. പക്ഷേ ഈ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പേസ്റ്റിൻ്റെ ആ ഒരു ഇതൊക്കെ ഫുള്ള് വീണിട്ട് ഈ ഒരു ഇതായിരിക്കും കേട്ടോ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു വാഷ് ബേസ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും. അത് ഇതുപോലെ ഹാൻഡ് വാഷ് ഇട്ട് തന്നെ ആയിരിക്കും കേട്ടോ വാഷ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ അല്ലാതെ ലിക്വിഡ് സോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യാറുണ്ട്. അടുത്ത ഇനി കിച്ചണാണ്. ബാക്കി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. കിച്ചണിൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം. നന്നായിട്ടൊന്നൊരു തന്നെ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കും കേട്ടോ. ഞാൻ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ കുറേ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും ഇനി വാഷ് ചെയ്യാനില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയാൽ മാത്രം മതി. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും ഗ്യാസ് സ്റ്റവിൻ്റെ അടിഭാഗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. അടുക്കളയിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ മിനിമൽ സാധനങ്ങൾ വെക്കുവാണെങ്കിൽ അടുക്കളയും നല്ല എന്താണ് കുറച്ച് സ്പേസ് ഉള്ളതായിട്ട് തോന്നും കേട്ടോ. കുറേ സാധനങ്ങളിങ്ങനെ അടുക്കി കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോഴാണ് എത്ര വലിയ സ്പേസുള്ള അടുക്കളയിൽ ഒരു കുഞ്ഞടുക്കളയായിട്ട് ഫീൽ ചെയ്യുന്നത്. അടുക്കളയിലും എല്ലാ ജോലികളും കഴിഞ്ഞു. ലാസ്റ്റ് ഈ ഒരു കിച്ചൺ സിങ്കും കൂടി ക്ലീൻ ചെയ്യണം. അതാകുമ്പോഴത്തേക്ക് കിച്ചണിലും എല്ലാ പരിപാടികളും കഴിയും കേട്ടോ. എൻ്റെ ലാസ്റ്റ് പരിപാടിയാണ് ഈ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഡെയിലി ക്ലീനിങ് റൊട്ടീൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഒരു 10-15 മിനിറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് റൊട്ടീനാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ടും അറേഞ്ച്ഡ് ആയിട്ടും കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊത്തം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സേഫ് ആയിട്ടിരിക്കുക. തുടർന്ന് കൊണ്ട് തന്നെ കാണാതെ വരേക്കും. ബൈ.